Dear students, welcome back to Process and Thread Management. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് സ്റ്റേറ്റ്സ് ആണ്. എന്താണ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ? ദ സ്റ്റേറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ദ നേച്ചർ ഓഫ് ദ കറണ്ട് ആക്ടിവിറ്റി ഇൻ എ പ്രോസസ്സ്. അതായത് ഒരു പ്രോസസ്സ് ഇപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? പ്രോസസ് സ്റ്റേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് 3 സ്റ്റേറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ റണ്ണിങ് സ്റ്റേറ്റ്. റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഈസ് ആക്ച്വലി യൂസിങ് CPU. Then next state എന്ന് പറയുന്നത് ready state. The process is waiting, it's ready to run. അതായത് processing is ready for the execution and waiting for the CPU to be allocated to it. Then next state എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് ആണ്. ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലോക്ക്ഡ് അതായത് the process is waiting for some other event. മറ്റേതോ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് പ്രോസസ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ദ പ്രോസസ് ഈസ് അൺഎബിൾ ടു റൺ. ഇപ്പോൾ ആ ഒരു പ്രോസസ്സിന് റൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥേനെയാണ് എന്ത് പറയുന്നത്? ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഈസ് അൺഎബിൾ ടു റൺ അണ്ടിൽ സം എക്സ്റ്റേണൽ ഇവൻറ്റ് ഹാപ്പൻസ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ് മനസ്സിലായല്ലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റണ്ണിങ് ആണ്. റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് ആക്ച്വലി യൂസിങ് ദ CPU. ഫോർ എക്സാമ്പിൾ നമ്മളൊരു C പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ പ്രോഗ്രാം നമ്മൾ കമ്പൈൽ ചെയ്തു, അതിനെ എക്സിക്യൂട്ട് ചെയ്തു, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റണ്ണിങ് പൊസിഷനാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെഡി സ്റ്റേറ്റ്. റെഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്തു, അതിനകത്ത് എറേഴ്സ് ഒന്നുമില്ല, ദെൻ ദാറ്റ് ഈസ് റെഡി ആണ്. ദെൻ ഇനി എപ്പോഴാണ് നിങ്ങൾ റൺ ചെയ്യാൻ പറയുന്നത് അപ്പോഴാണ് അത് എന്ത് ചെയ്യുന്നുള്ളൂ? റണ്ണിങ് പൊസിഷനിലേക്ക് വരുന്നത്. ഓക്കെ, CPU അതിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പൊസിഷൻ ബ്ലോക്ക്ഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിനുള്ള പറഞ്ഞല്ലോ അറ്റ് എ ടൈം എന്താണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിനകത്ത് വന്നിരിക്കുന്ന എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വയ്ക്കുക. അപ്പോൾ സ്കാൻ ഓഫ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ യൂസർ വാല്യൂ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ യൂസർ എപ്പോഴാണോ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത് അതുവരെ ആ ഒരു പ്രോസസ്സിൻ്റെ റണ്ണിങ് എന്ത് ചെയ്തിരിക്കുന്നതാണ്? റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്തിരിക്കില്ലേ? പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യില്ല, CPUവിൻ്റെ ആവശ്യമില്ല. ആ സമയത്ത് ആരായിരിക്കും? നമ്മളല്ലേ വാല്യൂ അതിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കീബോർഡിൽ കൂടെ നമ്മൾ വാല്യൂ കൊടുക്കുന്നവരെ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ? അപ്പോൾ ആ ഒരു പൊസിഷനാണ് എന്ത് പറയുന്നത്? ബ്ലോക്ക്ഡ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങൾ മനസ്സിലായില്ലേ? നെക്സ്റ്റ് പ്രോസസ് സ്റ്റേറ്റ് ട്രാൻസിഷൻ. പ്രോസസ് സ്റ്റേറ്റ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിൻ്റെ ലൈഫ് ടൈമിൽ അത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലൂടെ, അതായത് ആ പ്രോസസ്സിന് ചേഞ്ചസ് വരും, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലൂടെ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്തിലേക്ക് വരാം? റെഡി സ്റ്റേറ്റിലേക്ക് വരാം. റെഡി ആയിട്ടുള്ള പ്രോസസ്സ് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് വരാം. റണ്ണിങ് സ്റ്റേറ്റിലുള്ള പ്രോസസ്സ് എങ്ങോട്ടേക്ക് വരാം? ബ്ലോക്ക്ഡ് ആവാം. അപ്പം അങ്ങനെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് മെയിനായിട്ടുള്ള സ്റ്റേറ്റ് ട്രാൻസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, when and how these transitions occur. The first one, റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് അതെങ്ങനെ എന്തിലോട്ട് വരാം? ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് വരാം. എപ്പോഴാണ്? പ്രോസസ് ബ്ലോക്സ് ഫോർ ഇൻപുട്ട് ഓർ വെയിറ്റ് ഫോർ എൻ ഇവൻറ്റ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴും അത് ബ്ലോക്ക്ഡ് ആവാം. ദെൻ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് അത് റെഡി സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് എപ്പോഴായിരിക്കും? The CPU scheduling to another process. Scheduler picks another process and end of time slice or preemption. ഒന്നുകിൽ ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് ആ ഒരു ടൈം ഷെയറിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഓരോ പ്രോസസ്സിനും എന്തുണ്ടായിരിക്കും? ഒരു പെർട്ടിക്കുലർ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ടായും. ആ ടൈം സ്ലോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടൈം സ്ലൈസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് എന്തിലേക്ക് തിരിച്ചു വരും? റെഡി സ്റ്റേറ്റിലേക്ക് വരും. ഓക്കെ, അപ്പം നെക്സ്റ്റ് പ്രോസസ്സിനായിരിക്കും അതിന് അടുത്ത സ്ലോട്ട് വരുന്ന ടൈം കൊടുക്കുന്നത്. അപ്പോൾ അത് റണ്ണിങ് സ്റ്റേറ്റിലേക്കാവും. ദെൻ അതിൻ്റെയും ടൈം സ്ലോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടൈം സ്ലൈസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് ഇങ്ങോട്ടേക്ക് വരും? റെഡി സ്റ്റേറ്റിലേക്ക് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ്
ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ ഒരു പെർട്ടിക്കുലർ ഇവൻ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇവിടെ എന്തോ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ആ ഇവൻ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തിലേക്ക് വരും? റെഡി സ്റ്റേറ്റിലേക്ക് മാറും. The input becomes available or the output operation is completed. The blocked event എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് റെഡി സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തും. ഓക്കെ. Then the processes are always either executing or either running or waiting to execute, that is ready, or waiting for an event, that is blocked. അതായത് ഈ ഒരു 3 സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും എല്ലായ്പ്പോഴും എന്ത് വരുന്നത്? ഒരു പ്രോസസ്സ് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് the 5 state process model and its transition. 5 state process model എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അഡീഷണലി 2 സ്റ്റേറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ന്യൂ സ്റ്റേറ്റ് ആൻഡ് ടെർമിനേഷൻ. ഓക്കെ. ഇപ്പോൾ ന്യൂ ഈസ് ദ പ്രോസസ് ഈസ് ബീങ് ക്രിയേറ്റഡ്. ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്താൽ ഉടനെ ഉള്ള സ്റ്റേറ്റിനെയാണ് എന്ത് പറയുന്നത്? ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ന്യൂ സ്റ്റേറ്റ് എന്ന പ്രോസസ്സിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റിലേക്ക് വന്നു? റെഡി സ്റ്റേറ്റിലായി. ദെൻ റെഡി പ്രോസസ് ഈസ് വെയിറ്റിംഗ് ടു റൺ ഓർ റണ്ണബിൾ, ടെമ്പററിലി സ്റ്റോപ്ഡ് ടു ലെറ്റ് അനദർ പ്രോസസ് റൺ. അപ്പോൾ റെഡി സ്റ്റേറ്റിൽ നിന്ന് അതിനെ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് വന്നു? റണ്ണിങ് സ്റ്റേറ്റിലേക്ക് വന്നു. ദെൻ റണ്ണിങ് സ്റ്റേറ്റിൽ ടൈം സ്ലൈസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് എങ്ങോട്ടേക്ക് വരും? റെഡി സ്റ്റേറ്റിലേക്ക് വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാലും റെഡി സ്റ്റേറ്റിലേക്ക് വന്നു. ദെൻ റണ്ണിങ് പൊസിഷനിൽ നിന്ന് അതിനെ ബ്ലോക്ക് ചെയ്യപ്പെടാം എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്ന സമയത്ത്. ദെൻ ബ്ലോക്ക്ഡ് പൊസിഷനിൽ നിന്ന് ആ ഇവൻ്റ് പെർട്ടിക്കുലർ ഇവൻ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങോട്ടേക്ക് എത്തും? റെഡി പൊസിഷനിലേക്ക് വന്നു. ദെൻ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് അതിൻ്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങോട്ടേക്ക് മാറുന്നു? ടെർമിനേറ്റഡ് ആവുന്നു, എക്സിറ്റ് പൊസിഷനിലേക്ക് വരുന്നു. ഇതാണ് 5 സ്റ്റേറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഡയഗ്രത്തെ നമുക്ക് പ്രോസസ് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയാം. പ്രോസസ് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഒന്നുകൂടി ഓർക്കുക, ഒരു പ്രോസസ്സ് അതിൻ്റെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് ന്യൂവിൽ നിന്ന് റെഡിയിലേക്ക് ചേഞ്ച് ചെയ്യാം. ന്യൂ ടു റെഡി, ദെൻ റെഡി ടു റണ്ണിങ്. റെഡി ടു റണ്ണിങ് എന്ന് പറയുന്നത് ഷെഡ്യൂളർ അതിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ റെഡി ടു റണ്ണിങ് അല്ലെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലർ ടൈം സ്ലൈസ് ആയി കഴിയുന്ന സമയത്ത് ടൈം സ്ലോട്ട് ആവുന്ന സമയത്ത് റെഡി സ്റ്റേറ്റിൽ നിന്ന് അതിന് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് വരും. ദെൻ റണ്ണിങ് ടു ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് അതെങ്ങോട്ടേക്ക് വരും? ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് വരും. ദെൻ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് അതെങ്ങോട്ടേക്ക് പോകും? ടെർമിനേറ്റഡ് സ്റ്റേറ്റിലേക്ക് വരും. ഓക്കെ. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് ഒന്നുകിൽ ടെർമിനേറ്റഡിലേക്ക് പോവാം, ബ്ലോക്ക്ഡിലേക്ക് വരാം, അല്ലെങ്കിൽ മറ്റൊന്ന് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് അത് തിരിച്ചെവിടേക്ക് വരാം? റെഡി സ്റ്റേറ്റിലേക്ക് വരാം. ദെൻ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് എന്നാൽ അത് എങ്ങോട്ടേക്ക് വരുന്നു? റെഡി സ്റ്റേറ്റിലേക്ക് വരുന്നു. ഇത്രയും ഓപ്പറേഷൻസാണ്, ട്രാൻസിഷൻസാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ ന്യൂ ടു റെഡി, റെഡി ടു റൺ, സെക്കൻഡ് റെഡി ടു റണ്ണിങ്, ദെൻ തേർഡ് running to ready or running to blocked or running to exit. Okay. Then next one blocked to ready. ഇത്രയും ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ഓക്കെ. ഈ ഓരോ സ്റ്റേറ്റിലും ഈ പ്രോസസ്സ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ. ദ പ്രോസസ് റിസൈഡ്സ് ഇൻ വിച്ച് മെമ്മറി ഡ്യൂറിങ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ന്യൂ സ്റ്റേറ്റ് ആണെങ്കിൽ അത് ഹാർഡ് ഡിസ്കിലായിരിക്കും. അവിടെ നിന്ന് റാമിനകത്തേക്ക് ലോഡ് ചെയ്യുന്നു. റാമെന്നാണ് റൺ ചെയ്യാൻ വേണ്ടി സി പി യുവിലേക്ക് നമ്മൾ ഏത് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പ്രോസസ്സ് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കേണ്ടത്? റാമിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ എക്സിറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ കോപ്പി എവിടെ തന്നെ ഉണ്ടാവും? ഹാർഡ് ഡിസ്കിൽ തന്നെ ഉണ്ടാവും. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ക്യൂ ഡയഗ്രാം നോക്കാം. അതായത് പ്രോസസ് ട്രാൻസിഷൻ സ്റ്റേറ്റ്സിൽ സ്റ്റേറ്റ് ട്രാൻസിഷനിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ക്യൂസ് ഏതൊക്കെയാണ്? ഇപ്പം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് റെഡി ക്യൂവിനകത്തേക്കാണ്. അതായത് ഒരു ന്യൂ പ്രോസസ്സിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർഡ് ഇൻ എ റെഡി ക്യൂ. ദെൻ പ്രോസസ് ഈസ് ഷെഡ്യൂൾഡ് ടു റൺ. ഈ ക്യൂവിൽ നിന്നാണ് പ്രോസസ്സിനെ ഡിസ്പാച്ച് ചെയ്യുന്നത്. ദെൻ പ്രോസസ്സർ ആ പ്രോസസ്സിനെ
കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോർഡ് ഇൻ എ ബ്ലോക്ക്ഡ് ക്യൂ. ഈ ക്യൂവിൻ്റെ പേര് ബ്ലോക്ക്ഡ് ക്യൂ എന്നാണ്, ഇവിടെ എഴുതിയിട്ടില്ല. ഈ ബ്ലോക്ക്ഡ് ക്യൂവിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങോട്ടേക്ക് വരും? റെഡി ക്യൂവിലേക്ക് ലോഡ് ചെയ്യും. ദെൻ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനകത്ത് അതിൻ്റെ ടൈം ഔട്ട് കഴിഞ്ഞാലും അത് വീണ്ടും ആ പ്രോസസ്സ് എങ്ങോട്ട് തന്നെ ലോഡ് ചെയ്യും? റെഡി ക്യൂവിലേക്ക് ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? വാട്ട് ആർ ദ 5 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് എ പ്രോസസ്സ്? ഏതൊക്കെയായിരുന്നു? ന്യൂ, റെഡി, റണ്ണിങ്, ബ്ലോക്ക്ഡ് ആൻഡ് ടെർമിനേറ്റ്. ന്യൂവിൽ നിന്ന് റെഡി എന്നുള്ള സ്റ്റേറ്റിലേക്ക് പ്രോസസ്സ് ചേഞ്ച് ചെയ്യാം. ദെൻ റെഡി സ്റ്റേറ്റിൽ നിന്ന് അത് ചേഞ്ച് ചെയ്യുന്നത് റണ്ണിങ് സ്റ്റേറ്റിലേക്കാണ്. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് 3 സ്റ്റേറ്റിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. ഒന്നുകിൽ അത് ടെർമിനേറ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആവാം, അതും അല്ലെങ്കിൽ അതിനെ എങ്ങോട്ടേക്ക് വരാം? റെഡി സ്റ്റേറ്റിലേക്ക് വരാം. ടെർമിനേറ്റ് ചെയ്യുന്നത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ്. ബ്ലോക്ക് ചെയ്യുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ്. ദെൻ തിരിച്ചത് റെഡി സ്റ്റേറ്റിലേക്ക് പോകുന്നത് അതിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ടൈം സ്ലൈസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും റെഡി അല്ലേ? ദെൻ നമുക്കൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു ന്യൂ പ്രോസസ്സിനെ റെഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആഡഡ് ടു എ റെഡി ക്യൂ. ഒരു റെഡി ക്യൂവിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ആ റെഡി ക്യൂന്ന് ഷെഡ്യൂളർ ആവശ്യമുള്ള പ്രോസസ്സിന് അതിൻ്റെ പ്രയോറിറ്റിയോ അല്ലെങ്കിൽ ഏത് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഡിസ്പാച്ച് ചെയ്യുന്നു. ദെൻ അവിടുന്ന് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന പ്രോസസ്സുകൾ ഇതേപോലെ തന്നെ അവിടേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഒരു ബ്ലോക്ക്ഡ് ക്യൂവിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.